പരിശുദ്ധ ജപമാലയിൽ പ്രകാശരഹസ്യങ്ങളിൽ 5-ാം രഹസ്യം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുമിശിഹ എന്നും നമ്മോടൊത്തായിരിക്കുന്നതിനു വേണ്ടി അന്ത്യത്താഴവേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതെ, എന്നും നമ്മോടൊത്തായിരിക്കുവാൻ കൊതിക്കുന്ന ദിവ്യകാരുണ്യം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സായാഹ്ന വേളകളിൽ നമ്മുടെ ആദി മാതാപിതാക്കളുമായി ഉലാത്തിയിരുന്ന ദൈവം ഇന്നും എന്നും നമ്മോടൊത്തായിരിക്കുവാൻ കൊതിക്കുന്ന നമ്മുടെ സ്നേഹപിതാവ്. ഈ രഹസ്യമാണ് പെസഹ വ്യാഴം. തൻ്റെ ശിഷ്യരുടെ പാദം കഴുകിക്കൊണ്ട് എങ്ങനെ നാം ഓരോ ദിനവും കുർബാനയായി മാറണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് അടിമകളോ ദാസരോ ഇല്ലാത്ത അവസരങ്ങളിൽ കൂട്ടത്തിലെ ഏറ്റവും എളിയവനാണ് പാദശുശ്രൂഷ ചെയ്യേണ്ടത്. എന്നാൽ അന്ത്യത്താഴത്തിന് തൊട്ടുമുന്നേ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിച്ച് സമയം പാഴാക്കുന്ന തൻ്റെ അരുമ ശിഷ്യർക്ക് സത്യത്തിൽ ആരാണ് വലിയവൻ എന്ന് കാണിച്ചു കൊടുക്കുവാൻ കിട്ടിയ അവസരം ഈശോ പാഴാക്കിയില്ല. തൻ്റെ അരുമ ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് അവിടുന്ന് ആ ഉദാത്ത മാതൃക കാണിച്ചു തന്നു. സുവിശേഷങ്ങളിലുടനീളം ഈശോ ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം അത്ഭുതങ്ങൾക്കൊന്നും ഈശോയ്ക്ക് സ്വന്തം ശരീരത്തിലോ ഹൃദയത്തിലോ മനസ്സിലോ സഹിക്കേണ്ടി വന്നിട്ടില്ല. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ ഈ ലോക ജീവിതത്തിലെ ഓരോ ദിവസവും ഈശോ സഹിച്ചത് നമുക്കായി കുർബാനയായി മാറാനാണ്. എന്നാൽ നമുക്ക് ഈശോ എന്ന ആ വലിയ നിധി വേണ്ട. കൊട്ടാരം കാണാൻ ചെന്ന കുട്ടികൾ കണക്ക് തൊടുന്നതെല്ലാം സ്വന്തമാക്കാമെന്ന രാജമൊഴി കേട്ട് എല്ലാം സ്വന്തമാക്കാൻ നെട്ടോട്ടമോടുന്ന വികൃതി കുട്ടികൾ കണക്കാണ് നമ്മൾ. അതിലെ ഒരു കുഞ്ഞിന് മാത്രമേ രാജാവിനെ തൊട്ട് സ്വന്തമാക്കാൻ ബുദ്ധിയുണ്ടായുള്ളൂ. അതെ, നമുക്കും ഈ ഗുരുവിനെ സ്വന്തമാക്കാം. എന്തിനാണ് നാം ഇന്നും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്? അവനെ പോലെ കുർബാനയായി തീരാനല്ലേ? ബലിയാകുവാൻ, ബലിയേകുവാൻ എന്നൊക്കെ നാം മനോഹരമായി പാടുമ്പോഴും ഈശോയുടെ ബലിയിൽ നിന്നും നാം ഒരുപാട് ദൂരെയാണോ? നമുക്ക് ചിന്തിക്കാം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇതാണ് ഈശോ നൽകുന്ന ആഹ്വാനം. ഓർമ്മ എന്ന വാക്കിനെ ലാറ്റിൻ ഭാഷയിൽ റിക്കോർഡാരെ എന്ന് പറയും. ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് മലയാള പരിഭാഷ. അതെ, ഈശോയുടെ ബലി നമ്മുടെ ഹൃദയത്തിലേക്ക് ആവഹിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഓരോ ബലിയർപ്പണവും. കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാന എല്ലാ വിശ്വാസികൾക്കും അത്താണിയാണ്. അന്ത്യത്താഴത്തിൽ ഈശോ സ്ഥാപിച്ച എല്ലാ കൂദാശകളും കേന്ദ്രീകൃതമായിരിക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ അങ്ങ് കണ്ടുപിടിച്ച ഈ മഹാരഹസ്യം ഞങ്ങൾക്കെന്നും പ്രചോദനമാകട്ടെ. സദാ അങ്ങയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചലിക്കുന്ന സക്രാരികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.